ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. 20 വയസ്സിന് മുകളിലുള്ള പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇന്ന് ഒരുപോലെ ഭയപ്പെടുന്ന ഒരു കണ്ടീഷനാണ് കൊളസ്ട്രോൾ. എന്തുകൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാകുന്നു എന്നുള്ളതിലേക്കാണ് വരുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണോ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്? അതോ നമ്മുടെ ജീവിത രീതിയാണോ? അതോ നമ്മുടെ പാരമ്പര്യമാണോ? എല്ലാവർക്കും സംശയമുള്ളതാണ്. വെളിച്ചെണ്ണ കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകുമോ? അതേ മറ്റ് ഓയിലുകൾ കഴിക്കുന്നതാണോ നല്ലത്? ഇതെല്ലാം കൺഫ്യൂഷനാണ്. എന്നാൽ ഇതെല്ലാം സൂക്ഷിച്ച് ജീവിക്കുന്നവരിലും കൊളസ്ട്രോൾ ഉള്ളതായി കാണാം. ചിലർക്ക് അമിതവണ്ണം കൊണ്ട് കൊളസ്ട്രോൾ ഫോം ചെയ്യാറുണ്ട്, ചിലവർക്ക് ടെൻഷൻ കൊണ്ട് ഫോം ചെയ്യാറുണ്ട്. ഏതാണ് ഇതിന്റെ മെയിൻ കൂടുന്ന ഘടകങ്ങളെന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ നമ്മുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോളിന്റെ 90% ഉണ്ടാകുന്നത് ലിവറിൽ നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കൊളസ്ട്രോൾ ഫോം ചെയ്യുന്നത് 10% മാത്രമാണ്. അതായത് നിങ്ങളുടെ കരളിന്റെ ഫംഗ്ഷൻ നോർമൽ ആണെങ്കിൽ കൊളസ്ട്രോൾ ഒരുവിധം കൺട്രോൾ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് കൊളസ്ട്രോൾ ഫോം ചെയ്താൽ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഭക്ഷണം കംപ്ലീറ്റ് നിയന്ത്രിക്കും, എണ്ണപ്പലഹാരങ്ങൾ കഴിക്കില്ല, നന്നായി നമ്മൾ വ്യായാമം ചെയ്യും. അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും കൊളസ്ട്രോൾ അതേ ലെവലിൽ നിൽക്കുന്നു. ഒടുവിൽ എന്ത് ചെയ്യും? നിരാശയോടുകൂടി നമ്മൾ മരുന്നിനെ ആശ്രയിച്ചു തുടങ്ങും. ഇതാണ് സാധാരണ ഒരു മലയാളിയുടെ ഒരു ജീവിതത്തിലെ കൊളസ്ട്രോൾ ചികിത്സ പോകുന്നത്. എന്നാൽ നമ്മൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാകുന്നതിന്റെ ബേസിക് ഘടനം എന്ന് പറയുന്നത് ലിവറിന്റെ ഫംഗ്ഷൻസിൽ വരുന്ന വ്യത്യാസമാണ്. നമ്മുടെ ശരീരത്തിലെ ടോട്ടൽ കൊളസ്ട്രോൾ സാധാരണഗതിയിൽ ഒരു 200-ന് താഴെ നിൽക്കുന്നതാണ് അഭികാമ്യം. LDL അതായത് ചീത്ത കൊളസ്ട്രോൾ ഒരു 130-ന് താഴെ നിൽക്കണം. 100-ന് താഴെയായാൽ ഏറ്റവും നല്ലത്. ട്രൈഗ്ലിസറൈഡ് മാക്സിമം 140 ആണ്. ട്രൈഗ്ലിസറൈഡ് ആണ് ഇതിലെ ഏറ്റവും മോശം ഘടകം. നമ്മുടെ കരളാണ് ശരീരത്തിലെ ഗുഡ് കൊളസ്ട്രോൾ അതായത് HDL-നെ ഉയർത്തി നിർത്തുകയും ബാക്കി LDL-ഉം ട്രൈഗ്ലിസറൈഡും കുറച്ചു നിർത്തുന്നത് ലിവറാണ്. എന്നാൽ കരളിനകത്ത് കൊഴുപ്പടിയുന്ന സാഹചര്യം നിങ്ങൾക്കറിയാം. സ്കാൻ ചെയ്യുമ്പോൾ പലപ്പോഴും ഫാറ്റി ലിവർ ഉണ്ട് എന്ന് ഡോക്ടർ പറയുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും. ഫാറ്റി ലിവർ ഉള്ളവരിൽ കൊളസ്ട്രോൾ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കുറയുകയും അതിന് പകരമായി ബാഡ് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഉയർന്നു വരികയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയാണ് പലർക്കും കൊളസ്ട്രോൾ എന്ന് പറയുന്ന പ്രോബ്ലം എന്ന് പറയുന്ന ഒരു ഹൈപ്പർ കൊളസ്ട്രീമിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ സൃഷ്ടിക്കുന്നത്. ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുതൽ ഫോം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഒന്നുകിൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും, പ്രധാനമായും കരളിന് ചുറ്റും, ആമാശയത്തിന് ചുറ്റും, സ്റ്റൊമക്കിന് ചുറ്റുമുള്ള ഭാഗത്ത് ഇത് അടിഞ്ഞുകൂടും. അതാണ് സാധാരണ കുടവയറായി രൂപാന്തരം ഭാവിക്കുന്നത്. ഇത് മാറാനായി നമുക്ക് ഉള്ള കൊളസ്ട്രോൾ പോകാനായാണ് എപ്പോഴും എക്സസൈസും മറ്റു കാര്യങ്ങളും ചെയ്യാവുന്നത്. ചിലർ ചെയ്യാറുണ്ട്, അതായത് കൊളസ്ട്രോൾ ഉണ്ട് എന്ന് കരുതിയിട്ട് എണ്ണപ്പലഹാരം ഒന്നും കഴിക്കുകയില്ല, മധുരപലഹാരങ്ങൾ ഒഴിവാക്കും, പൊരിച്ച സാധനങ്ങൾ കഴിക്കില്ല. ഇങ്ങനെയെല്ലാം ആൾക്കാർ നിയന്ത്രിക്കും. എന്നാലും കൊളസ്ട്രോൾ കുറയാറില്ല. പലർക്കും അത് അനുഭവം ഉണ്ടാവും. എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാന കാരണം നമ്മുടെ കരളിന്റെ ഫംഗ്ഷൻ നോർമലാക്കാൻ ചെയ്യേണ്ടത് ഇത് മാത്രമല്ല. കരളിന്റെ പ്രോബ്ലംസ് മെയിൻലി ഉണ്ടാക്കുന്നത് ഒന്ന് ടെൻഷൻ, പ്രധാനമായും ടെൻഷൻ ഉണ്ടാക്കുന്നു. ടെൻഷൻ ഉള്ളവർക്ക് കരളിന്റെ പ്രോബ്ലംസ് ഫോം ചെയ്യാറുണ്ട്. സ്ട്രെസ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ടാമത്തത് നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ വരുന്ന വ്യത്യാസം. നിങ്ങളിൽ പലരും രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാറുണ്ട്. കൊളസ്ട്രോൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എന്താണ്? എല്ലാവരും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കും. മലയാളിയാണെങ്കിൽ രാവിലത്തെ ഭക്ഷണം കഴിക്കില്ല, തിരക്കിട്ട് പോകുമ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ലിമിറ്റ് ചെയ്യും, രാത്രി വന്നിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശരീരത്തിന് ബാഡ്, അതായത് ശരീരത്തിലെ കൊളസ്ട്രോൾ ഫോം ചെയ്യുന്നതിന്റെ കാരണം. എപ്പോഴും ചെയ്യേണ്ടത് രാത്രി ഒരു നേരം ലഘുഭക്ഷണം. നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസും മറ്റു ഘടകങ്ങളും നിർവീര്യമാക്കുന്നത് രാത്രിയാണ്. ആ ഒരു സമയം, അതായത് നമ്മൾ ഉറങ്ങുന്ന സമയം, രാത്രി 11 മണിക്ക് ശേഷമുള്ള സമയം. ഈ സമയം ശരീരത്തിനെ ഉറങ്ങാനായി വിടുക. പകരം നിങ്ങൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതിനെ ദഹിപ്പിക്കാൻ ഏതാണ്ട് 2.5 മണിക്കൂറോളം വേണ്ടിവരും. അതുവരേക്കും നമ്മുടെ ആന്തരിക അവയവങ്ങൾ വർക്കിൽ തന്നെ ആയിരിക്കും. അത് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല. എപ്പോഴും ഭക്ഷണത്തിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്നീ ഘടകങ്ങൾ അമിതമായി കൂടാതെ ശ്രദ്ധിക്കുക. കൊഴുപ്പ് കുറച്ചതുകൊണ്ട് മാത്രം കൊളസ്ട്രോൾ കുറയുകയില്ല. പകരം മധുര പലഹാരങ്ങൾ, നമ്മൾ എന്ത് മധുരം കഴിച്ചാലും കൂടുതലായി പ്രോട്ടീൻ കഴിച്ചാലും ശരീരം ഇതിനെ കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് തന്നെയാണ് മാറ്റുന്നത്. ഇത് കരളിന് ചുറ്റും ശരീരത്തിലും കൂടുതൽ അടിഞ്ഞുകൂടുന്നു. അതിന് ചെയ്യേണ്ടത് മെയിൻലി ഫൈബർ ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ചോറ് കഴിക്കുകയാണെങ്കിൽ ചുവപ്പ് അരി, അതായത് കുത്തരി, നമ്മുടെ നാടുകളിൽ 80-കളിൽ വരെ മലയാളിയുടെ ഭക്ഷണമായിരുന്ന കുത്തരി, അത് കഴിക്കുക. ഇലക്കറികൾ കൂടുതൽ കഴിക്കുക. ഫ്രൂട്ട്സ് കഴിക്കുക. എപ്പോഴും ജ്യൂസ് കഴിക്കുന്നതിനെക്കാട്ടിയും ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് അഭികാമ്യം. പഞ്ചസാരയുടെ അളവ് പരമാവധി കുറയ്ക്കുക.
ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന എനർജി ഇൻടേക്ക് കുറയും. എപ്പോഴും നമ്മൾ ഫൈബർ അടങ്ങിയ, നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ദഹിപ്പിക്കുന്നതിന് ശരീരത്തിന് ഒരു എനർജി ആവശ്യമാണ്. ദഹിപ്പിച്ച് ശരീരം ഇത് പതുക്കെ മാത്രമേ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യത്തുള്ളൂ. ഇത് കൃത്യമായി ദഹിപ്പിക്കാനുള്ള ശേഷി നമ്മുടെ പാൻക്രിയാസിനും നമ്മുടെ ലിവറിനുമുണ്ട്. എന്നാൽ നമ്മൾ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ, ജ്യൂസുകൾ കൂടുതലായി കഴിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുകയും ഇത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം ഫാറ്റായി മാറുകയും ചെയ്യുന്നു. കൊളസ്ട്രോൾ ഫോം ചെയ്യുന്നതിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നും ഇതാണ്. അതുപോലെ നിങ്ങൾക്ക് ട്രൈഗ്ലിസറൈഡോ LDLോ കൂടുതലുണ്ടെങ്കിൽ രാത്രി ഒരു നേരത്തെ ഭക്ഷണത്തിനെക്കാട്ടിയും നിങ്ങൾ രാത്രി ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക. കൊളസ്ട്രോൾ കുറഞ്ഞു വരുന്നത് കാണാം. അതുപോലെ ജീവിതചര്യയുടെ ഭാഗമാക്കുക വ്യായാമം. ദിവസം 40 മിനിറ്റ് റെഗുലറായി വ്യായാമം ചെയ്യുന്നത് കൊളസ്ട്രോളിനും കുറച്ചുകൊണ്ട് വരുന്നതിനും ഒപ്പം കരളിന്റെ ഫംഗ്ഷൻ വളരെ നോർമൽ ആക്കുന്നതുമായി കണ്ടിട്ടുണ്ട്. അതിനാൽ ഈ ഒരു ജീവിതചര്യ മെച്ചപ്പെടുത്തുക. ഇതാണ് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. എല്ലാവർക്കും ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി നൽകിയത് ഡോക്ടർ രാജേഷ് കുമാർ. താങ്ക് യു.